അധ്യായം 22. അഗസ്ത്യൻ പറഞ്ഞു, ഹേ മുനികളെ, ജനനമരണരൂപമായ അന്ധകാരത്തിന് സൂര്യനെ പോലെയിരിക്കുന്ന പാതാരവിന്ദങ്ങളോടുകൂടിയ മഹേശ്വരങ്കൽ ഏതൊരുത്തൻ ഭക്തിയെ ചെയ്യുന്നുവോ അവർക്ക് പിന്നെ ജനിക്കേണ്ടി വരില്ല. കുലം, ശാസ്ത്രം, യാഗം, വ്രതം, തപസ്, വേദാധ്യയനം, ദേവപൂജ, തീർത്ഥസ്നാനം ഇവകളെല്ലാം ജന്മദോഷത്തെ നശിപ്പിക്കുന്ന പുണ്യായ ശിവഭക്തിയെപ്പോലെ പുനർഭവ ദുഃഖത്തെ നശിപ്പിക്കുന്നില്ല. ഹേ മുനികളെ, ബ്രാഹ്മണനായാലും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായാലും സാധനാചതുഷ്ടയ സമ്പന്നനായാലും ബ്രഹ്മത്തെ അറിഞ്ഞവനായാൽ കൂടി മഹേശ്വരപാദ ഭക്തിയില്ലെങ്കിൽ അവൻ ജനനമരണപ്രവാഹരൂപമായ സംസാരബന്ധത്തിൽ നിന്ന് മോചിക്കുന്നില്ല. ശൂരന്മാർ, കാട്ടാളന്മാർ, ശുഭജന്മാർ ഇവരെല്ലാം യാഗാദികളൊന്നും കൂടാതെ ശിവഭക്തി ഒന്നുകൊണ്ട് മാത്രം പുനരാവൃത്തിരഹിതമായ സായുജ്യമാർഗത്തെ ഗമിച്ചിരിക്കുന്നു. ഹേ മുനികളെ, പഞ്ചഭൂതാത്മകമായ സ്ഥൂലദേഹത്തിലുള്ള മാംസ നേത്രത്തെ കൊടുത്തതിനാൽ മഹേശ്വരന്റെ പ്രസാദം ലഭിച്ചവനായ ഒരു കാട്ടാളച്ചെറുക്കൻ പരമപദത്തെ പ്രാപിച്ചു. മുനികൾ ചോദിച്ചു, ഹേ കുംഭസംഭവ, നിന്ദ്യവംശജനായ കാട്ടാളൻ എങ്ങനെയാണ് നേത്രത്തെ കൊടുത്തത്? ശംഭു എങ്ങനെയാണ് പ്രസാദിച്ചത്? എങ്ങനെയാണ് അവന് സംസാരബന്ധം നശിച്ച് യോഗികൾക്കു കൂടി ദുർലഭമായ പരമഗതി സിദ്ധിച്ചത്? ആ ധന്യന്റെ ചരിത്രത്തെ ഞങ്ങളോട് പറയുക. അഗസ്ത്യൻ പറഞ്ഞു, പ്രസിദ്ധപ്പെട്ട കാഞ്ചീപുരത്തിന് ഈശാന കോണിലായി സുവർണമുഖി എന്ന നദീതീരത്തിൽ വലുതായ ഒരു പർവ്വതമുണ്ട്. അതിനു പേർ വേണുഗിരി എന്നാണ്. അത് ഒരു ഗജാകൃതിയായി ശോഭിക്കുന്നു. അത് വനത്തിലുള്ള മൃഗങ്ങൾക്കെല്ലാം ആധാരമാണ്. അനേകം ധാതുദ്രവ്യങ്ങളാൽ വിചിത്ര രൂപവുമാണ്. ആ പർവ്വതത്തിൽ അനേകവിധ വൃക്ഷങ്ങളും മുളകളും വർദ്ധിച്ചു നിൽക്കുന്നു. അതിലുള്ള ലതാഗ്രഹങ്ങൾ മഴയും വെയിലും തട്ടാത്തവയാണ്. അതിൽ ഉയർന്നു നിൽക്കുന്ന മുളകളിൽ നിന്നും വീഴുന്നവകളായും സിംഹനഖങ്ങളാൽ ഭിന്നങ്ങളായ ഗജമസ്തകങ്ങളിൽ നിന്നും വീഴുന്നവകളായും രത്നമയങ്ങളായ ലതാഗ്രഹങ്ങളിൽ നിന്നും പറ്റിയതായ കർപ്പൂരത്താൽ അതിമനോഹരങ്ങളായും മുള്ളൻ പന്നികളുടെ മൂർച്ചയുള്ള മുള്ളുകളാൽ ഉണ്ടായതായ രന്ധ്രത്താൽ മനോഹരങ്ങളായും ഉള്ള മുത്തുകളാൽ വ്യാധന്മാർ അവരുടെ സ്ത്രീകൾക്ക് വിശേഷമായ മുത്തുമാലകൾ ഉണ്ടാക്കുന്നു. അതിൽ 4 ഭാഗവും വെട്ട്, കൊല്ല്, വിടണ്ട, പിന്നാലെ ഓട്, അടിക്ക്, കൊല്ല് എന്നിങ്ങനെയുള്ള ശബ്ദങ്ങൾ വ്യാധന്മാർ പറയുന്ന കേട്ട് എപ്പോഴും കേൾക്കുന്നു. അതിൽ കാട്ടാളക്കുട്ടികൾ ആനക്കുട്ടികളെ വള്ളികൾ കൊണ്ട് കെട്ടുന്നു. മൃഗങ്ങളെ തിന്നുന്ന നായ്ക്കൾ സൂകരങ്ങളെ കൊണ്ട് കുരയ്ക്കുന്നു. വ്യാഘ്രാദികളായ ഘോരമൃഗങ്ങൾ അങ്ങുമിങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലുള്ള വ്യാധന്മാർ പലവിധങ്ങളായ മാംസങ്ങളെ ഭുജിച്ചുകൊണ്ട് ഒരിക്കലും ദുർഭിക്ഷത്തെ അറിഞ്ഞിരുന്നില്ല. ആ പർവ്വതത്തിൽ അനേക വ്യാധന്മാർക്ക് വാസസ്ഥലമായ ഗോധാപുരം എന്നൊരു സ്ഥലമുണ്ട്. അത് പഴയ മാംസങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ചതായ ആമഗന്ധത്താൽ വ്യാപിതമായ ദിക്കുകളോടുകൂടിയതായിരുന്നു. കിരാത സൈന്യങ്ങളുടെ അനേക കുടിലുകളാലും അനേകം സേനാനാഥന്മാരാലും സമ്പൂർണമായിരുന്നു അവിടം. സിംഹം, വ്യാഘ്രം, വരാഹം, ഗജം ഇവകളുടെ തോലുകളാൽ വെയിലിനെ മറച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഗോധാപുരത്തിന് നാഥനായി സകല വ്യാധന്മാർക്കും ശ്രേഷ്ഠനായി നാഗൻ എന്നു ഒരുവൻ ഉണ്ടായിരുന്നു. അവന് സകല പർവ്വതങ്ങളിലുമുള്ള വ്യാധന്മാരെല്ലാം കപ്പം കൊടുത്തിരുന്നു. അവൻ അതിസമ്പന്നനും സകല രാജാക്കന്മാർക്കും സമ്മതനുമായിരുന്നു. അവൻ തനിക്ക് തുല്യവംശജയായ ദന്ത എന്ന സ്ത്രീയെ വിവാഹം ചെയ്ത് പിടിയാനയാൽ ഗജശ്രേഷ്ഠൻ എന്ന പോലെ സന്തോഷിച്ചു. അവൻ രൂപവതിയും യൗവനവതിയും സൗജന്യശാലിയുമായ അവളോടുകൂടെ രമിച്ചുകൊണ്ട് യോഗിയായവൻ ബ്രഹ്മവിദ്യ കൊണ്ട് രമിക്കുന്ന പോലെ സന്തോഷിച്ചു. ഹേ മുനികളെ, ഇങ്ങനെ സുഖമായി വസിക്കുന്ന നാഗന് പുത്രനുണ്ടായില്ല. അതിനാൽ നാഗന്റെ ഭാര്യ അതിദുഃഖിതയായിട്ട് നാഗനെയും ദുഃഖിപ്പിച്ചു. അവൾ മദ്യത്തെ പാനം ചെയ്യാതായി, മാംസത്തിലും ഇഷ്ടമില്ലാതായി, ഒരു ഭക്ഷ്യവും അവൾ ഭക്ഷിക്കാതായി. അവൾ കസ്തൂരി തിലകത്തെയും ധരിക്കാറില്ല, കുങ്കുമജലത്തിൽ സ്നാനവും ചെയ്യാറില്ല, തലമുടി നല്ലവണ്ണം ശോധന ചെയ്ത് കെട്ടാറില്ല. ഇങ്ങനെ ദുഃഖിതയായ ഭാര്യയെ കണ്ട് ദുഃഖിതനായ നാഗൻ പുത്രനില്ലാത്ത ഗൃഹത്തിൽ ഒന്നും സുഖമായി കണ്ടില്ല. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നാഗൻ സ്വജനങ്ങളെയെല്ലാം വിളിച്ചു നിർത്തി പറഞ്ഞു, ഞാൻ പുത്രനില്ലാത്തവനാണ്, അതിനാൽ അതിദുഃഖിതനുമാണ്. ഞാനും എന്റെ ഭാര്യയും നിന്ദ്യന്മാർ തന്നെ. എന്റെ വംശത്തിൽ എന്നെപ്പോലെ ഭാഗ്യഹീനനായിട്ട് മുമ്പ് ആരും തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം. പുത്രനില്ലാതെ ജീവിച്ചിരുന്നിട്ട് ഫലമെന്ത്? എനിക്കൊരു പുത്രനുണ്ടാകുവാനുള്ള ഉപായം വല്ലതുമുണ്ടെങ്കിൽ എന്റെ പ്രാണനെ കളഞ്ഞിട്ടും ഞാൻ അത് ചെയ്യാം.
ഇങ്ങനെ നാഗന്റെ വാക്കുകൾ കേട്ട ചില വ്യാധവൃദ്ധന്മാർ പറഞ്ഞു, നമ്മുടെ ഗ്രാമത്തിന് പുറത്തായി ഒരു യോഗിനിയായ ശബരസ്ത്രീ ഇരിക്കുന്നുണ്ട്. അവളോട് ചോദിച്ചാൽ നിവൃത്തിയുണ്ടാവും എന്ന് പറഞ്ഞ് നാഗനെയും കൂട്ടിക്കൊണ്ട് അനേക ഭക്ഷണദ്രവ്യങ്ങളും തേൻ, നെയ്യ്, 100 പറ അവിൽ ഇതെല്ലാം കൊണ്ടുപോയി അവളുടെ മുമ്പിൽ വെച്ച് തൊഴുതുകൊണ്ടു നിന്നു. നാഗൻ നമസ്കരിച്ച് ഒരിടങ്ങഴി മുത്തും അവളുടെ മുന്നിൽ വെച്ചു. രത്നങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ ഇവയും മുമ്പിൽ വെച്ച് തൊഴുതു നിന്നു. ആ വൃദ്ധയോഗിനി അതെല്ലാം സ്വീകരിച്ച് കുറച്ചുനേരം വല്ലീ സഹിതനായ ഷൺമുഖദേവനെ ധ്യാനിച്ച് അല്പം തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, വല്ലീ സഹിതനായ സ്കന്ദമൂർത്തിയാണ് നമ്മുടെ വലുതായ കുലദൈവം. ആ ദേവന് 100 ഇടങ്ങഴി മുത്ത് ഇവൻ കൊടുത്താൽ ആ ദേവന്റെ പ്രസാദത്താൽ നാഗനേക്കാൾ ശ്രേഷ്ഠനായ പുത്രനുണ്ടാവും. അതിന് ഞാൻ തന്നെ ജാമ്യം. ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ ശകുനസൂചകങ്ങളായ ശുഭശബ്ദം കേട്ടു. അതുകൊണ്ട് അവൾ നാഗനെ ഏറ്റവും വിശ്വസിപ്പിച്ചു. അവൾ പ്രതിജ്ഞയും ചെയ്തു. പിന്നെ നാഗൻ പറഞ്ഞു, ഹേ യോഗിനി, എനിക്ക് പുത്രനുണ്ടായാൽ 100 ഇടങ്ങഴി മുത്ത് ഞാൻ വല്ലീ ദേവിക്ക് കൊടുക്കാം. ആ ദേവി പ്രസാദിക്കുവാനുള്ള വിധമെല്ലാം ചെയ്യണേ. അത് കേട്ട് വൃദ്ധ പറഞ്ഞു, നിന്റെ ഭാര്യ ഞാൻ പറയുന്നതുപോലെ വ്രതം അനുഷ്ഠിച്ച് 1 സംവത്സരം ഇരുന്നാൽ വല്ലീദേവിയുടെ പ്രസാദത്താൽ മനോരഥം സമ്പൂർണമായി ഭവിക്കും. എന്നാൽ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു നാഗൻ അവന്റെ വീട്ടിലേക്ക് പോയി തന്റെ ഭാര്യയോട് വൃത്താന്തമെല്ലാം പറഞ്ഞ് സന്തോഷിപ്പിച്ചു. പിറ്റേ ദിവസം അവൾ നാഗന്റെ കൽപ്പന പ്രകാരം യോഗിനിയുടെ അടുക്കൽ പോയി നമസ്കരിച്ചു. അപ്പോൾ യോഗിനി ആചമനം ചെയ്ത് ഭസ്മമെടുത്ത് ദന്തയുടെ നെറ്റിയിൽ തൊട്ടു. പിന്നെ വല്ലീദേവിയുടെ പ്രീതിക്കായി ഒരു ശ്ലോകവും ഉപദേശിച്ചു. നമോ നമ ഷൺമുഖവല്ലഭായൈ, നമോ നമോ നമ്രജനാർത്തിഹന്ത്രി, നമോ നമ സർവസമൃദ്ധിദായൈ, നമോ നമസ്തേ ദിശവല്ലിപുത്രം. ഷൺമുഖവല്ലഭയായ ദേവിയെ നമസ്കരിക്കുന്നു. ആശ്രിതന്മാരുടെ ദുഃഖത്തെ നശിപ്പിക്കുന്ന ദേവിയെ നമസ്കരിക്കുന്നു. സർവേശ്വര്യദായിനിയായ ദേവിയെ നമസ്കരിക്കുന്നു. ഹേ വല്ലീദേവി, എനിക്ക് പുത്രനെ തരണേ. ഈ ശ്ലോകത്തെ ജപിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുവാൻ പറഞ്ഞു. അതുപ്രകാരം ദന്തമധ്യമാംസങ്ങളെ വർദ്ധിച്ചുകൊണ്ട് അസിധാരാവ്രതം പോലെയുള്ള കഠിനവ്രതത്തെ ശരിയായി അനുഷ്ഠിച്ചു. ഇങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടും യാതൊരു ലക്ഷണവും കണ്ടില്ല. അപ്പോൾ യോഗിനി ഷൺമുഖപ്രീതിക്കായി മറ്റൊരു പദ്യത്തെ ഉപദേശിച്ചു. നമോ നമ ശൈലസുതാത്മജായ, നമോ നമോ ബർഹിണവാഹനായ, നമോ നമോ വല്യമനോഹരായ, നമോ നമോ ദേഹിസുതം ഗുഹേശ. പാർവതീസുതനായ ഭവാന് നമസ്കാരം. മയിൽവാഹനനായ ഭവാന് നമസ്കാരം. വലിയ മനോഹരനായ ഭവാന് നമസ്കാരം. ഹേ സ്കന്ദമൂർത്തെ, എനിക്കൊരു പുത്രനെ തരണേ. ഇങ്ങനെ 2 പദ്യത്തെയും യോഗിനി അവളെ പഠിപ്പിച്ചു. സന്തോഷത്തോടെ കാര്യം സാധിച്ചു എന്ന് നിശ്ചയിച്ചു കൊള്ളുക എന്നും പറഞ്ഞു. ദന്ത അങ്ങനെ ചെയ്തുകൊണ്ട് 7 ദിവസം കഴിഞ്ഞു. 7-ാം ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ ദന്ത സ്വപ്നത്തിൽ തന്റെ മടിയിൽ പൂർണമായ ചന്ദ്രമണ്ഡലത്തെ വെച്ചതായും വീട്ടിന്റെ അകത്ത് തേജസ്വിയായ ഒരു രാക്ഷസൻ നിൽക്കുന്നതായും കണ്ടു. പിറ്റേ ദിവസം അവൾ ആ വൃത്താന്തത്തെ വൃദ്ധയോട് പറഞ്ഞു. വൃദ്ധ അത് ആരോടും പറയരുതെന്നും പറഞ്ഞു. വളരെ സന്തോഷിച്ചു. അനന്തരം 1 മാസം കഴിഞ്ഞപ്പോൾ ദന്തയ്ക്ക് ഗർഭചിഹ്നങ്ങൾ കണ്ടു തുടങ്ങി. വ്യാധന്മാരെല്ലാവരും സന്തുഷ്ടന്മാരായി. പിന്നെ ദന്ത വ്രതത്തെ അവസാനിപ്പിച്ചു യോഗിനിയെ നമസ്കരിച്ചു. നാഗൻ പുത്രനുണ്ടാവുന്നതിന് മുമ്പേ തന്നെ 100 ഇടങ്ങഴി മുത്ത് വല്ലീദേവിയുടെ പ്രീതിക്കായി കൊടുത്തു. പിന്നെ ശുഭമായ ദിവസത്തിൽ ദന്തയ്ക്ക് പ്രസവവേദന തുടങ്ങി. അതിതേജസ്വിയായ ഭാര്യയെ കണ്ട് നാഗൻ ഏറ്റവും സന്തോഷിച്ചു. സമുദ്രത്തിൽ ഇറങ്ങിയവൻ കൈകളെ കൊണ്ട് തുഴഞ്ഞു മറുകര എത്തിയവനെ പോലെ നാഗൻ തനിക്കുണ്ടാവുന്ന പുത്രനെ കാട്ടാള രാജാവായി ആക്കണമെന്ന് നിശ്ചയിച്ചു. അനന്തരം ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ളതായ ശുഭലഗ്നത്തിൽ ദന്ത പടിഞ്ഞാറേ ദിക്ക് ചന്ദ്രനെ എന്ന പോലെ ഒരു പുത്രനെ പ്രസവിച്ചു. നാഗൻ പുത്രജനനത്തെ കേട്ട് കണ്ണുകാണാത്തവന് കണ്ണുകിട്ടിയതുപോലെ അത്യന്തം സന്തോഷിച്ചു. വ്യാധന്മാർക്കെല്ലാവർക്കും മദ്യത്തെ കൊടുത്തു. നാഗൻ വൃദ്ധയോഗിനിയെ സാക്ഷാൽ വല്ലീദേവി തന്നെയാണെന്ന് നിശ്ചയിച്ചു. പല വാദ്യധ്വനികൾ ആകാശത്തിലും ഭൂമിയിലും പരന്നു. ദേവകൾ ഗോധാപുരത്തിൽ പുഷ്പവൃഷ്ടി ചെയ്തു. വ്യാധന്മാരെല്ലാരും കാഴ്ചദ്രവ്യങ്ങളെയും കൊണ്ടുവന്ന് നാഗനെ സേവിച്ചു നിന്നു. ഗന്ധർവന്മാർ മനോഹരമായി പാടി. ഗന്ധർവ സ്ത്രീകൾ നൃത്തം ചെയ്തു. എല്ലാവർക്കും മനസ്സിലാവത്തക്കവണ്ണം അശരീരിവാക്കുമുണ്ടായി. ദന്തയുടെ പുത്രനായി ജനിച്ച ഈ ബാലൻ ശിവഭക്തനായി ഭവിക്കും. മഹേശ്വരൻ ഇവന്റെ ഭക്തിയെ പരീക്ഷിക്കുമ്പോൾ ഇവൻ തന്റെ നേത്രത്തെ കൊടുക്കുന്നതിനാൽ സാക്ഷാൽ വിഷ്ണുവിനേക്കാൾ അധികം കീർത്തി സമ്പാദിച്ച് വ്യാധവംശത്തെ അലങ്കരിക്കും.
ഇങ്ങനെ ആകാശവാണി കേട്ട് സിദ്ധന്മാരെല്ലാം ശ്ലാഘിച്ചു. അനന്തരം ദന്ത ആ ബാലന്റെ കോമളമായ രോദനത്തെ കേട്ട് യോഗസിദ്ധി കൊണ്ട് യോഗിക്കുണ്ടാവുന്ന പരമാനന്ദത്തെപ്പോലെ ഏറ്റവും ആനന്ദത്തെ അനുഭവിച്ചു. അമ്മയാൽ ലാളിക്കപ്പെട്ട ബാലൻ വെളുത്ത പക്ഷത്തിൽ ഉദിക്കുന്ന ചന്ദ്രനെ പോലെ ക്രമത്തിൽ വർദ്ധിച്ചു. ശബരന്മാരുടെയും ശബരസ്ത്രീകളുടെയും നേത്രങ്ങൾ, ദാഹാർത്തന്മാരായ ജനങ്ങൾ പൂർണ്ണാമൃത തടാകത്തെ ലഭിച്ച് സന്തോഷിക്കുന്നത് പോലെ ആ ബാലനെ കണ്ട് സന്തോഷിച്ചു. നാഗൻ ആ ബാലന്റെ നീലമായ ദേഹവർണ്ണത്തെ അനുസരിച്ച് നീലൻ എന്ന് പേർ വിളിച്ചു. മുട്ടുകൾ കുത്തിക്കൊണ്ട് ഓടി നടക്കുന്ന ആ ബാലനെ കണ്ട് ആ വ്യാധ ദമ്പതികൾക്കുണ്ടായ സന്തോഷത്തെ സാക്ഷാൽ സദാശിവൻ മാത്രമേ അറിയുകയുള്ളൂ. പല്ലുകൾ മുളയ്ക്കുന്ന ആ ബാലന്റെ വ്യക്തമല്ലാത്ത മനോഹര വാക്കുകൾ അവർക്ക് അമൃതതുല്യങ്ങളായിരുന്നു. ആ ബാലന് വെട്ട്, കൊല്ല്, അടിക്ക് എന്നിങ്ങനെയുള്ള വാക്കുകളെ പഠിപ്പിച്ചു. ആ കുട്ടി മണ്ണിൽ കളിക്കുമ്പോൾ മറ്റുള്ള വ്യാധബാലന്മാരെ ഉപദ്രവിച്ചുകൊണ്ട് കളിക്കും. അങ്ങനെയുള്ള കുട്ടിയെ കണ്ട് നാഗന് ഭക്ഷണത്തിന്റെ ഓർമ്മ കൂടി ഇല്ലാതായി. വ്യാഘ്രം, സൂകരം, കരടി, സിംഹം, ഗജം ഈ വക മൃഗശിശുക്കളുടെ കൂടെ കളിക്കുന്ന ബാലനെ കണ്ട് നാഗൻ അടിക്ക് അടിക്ക് എന്ന് പറയും. ആ ബാലന് വളരെ ശൗര്യമുള്ള 2 നായ്ക്കുട്ടികൾ ഉണ്ടായിരുന്നു. ഇവകൾ ബാലൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുമിച്ചു തന്നെയായിരിക്കും. ആ ബാലനെ വൃദ്ധയായ യോഗിനി ദിനംതോറും വല്ലിയുടെയും ഷൺമുഖന്റെയും കാരുണ്യത്താൽ നീ ദീർഘായുസ്സായിരിക്കുമെന്ന് പറഞ്ഞ് സകല പീഡാപരിഹാരത്തിനായി ഭസ്മവും കൊടുക്കും എന്ന് സ്കന്ദോപുരാണത്തിൽ 22-ാം അധ്യായം.